ഹലോ കൂട്ടുകാരെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ആകാശക്കാഴ്ചകൾ എന്ന ഈ പാഠത്തിലെ അതേ കണ്ടൻറ്റ് വരുന്ന മറ്റൊരു പാഠം കഴിഞ്ഞ വർഷങ്ങളിൽ EVSൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും സ്ഥിരമായിട്ട് LSS പരീക്ഷയ്ക്ക് ചോദ്യങ്ങളും വരാറുണ്ട്. മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അമാവാസിയും പൗർണമിയും എന്താണെന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസത്തിൻ്റെ പേര്. ഉത്തരം എന്താണ്? പൗർണമി. അതെ, വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി. അടുത്ത ചോദ്യം, ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത്? ചിത്രത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുവിലാണ് ഭൂമിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് പൗർണമി ആയിരിക്കും, വെളുത്ത വാവ്. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അമാവാസി ദിവസം ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ആയിരിക്കും. അമാവാസി ദിവസം പൂർണ്ണചന്ദ്രനെ കാണാം. അമാവാസി ദിവസം ചന്ദ്രനെ ഭാഗികമായി കാണാം. അമാവാസി ദിവസം ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഏതാണ് ശരിയായ ഉത്തരം? അതെ, ഉത്തരം ഡി. അമാവാസി ദിവസം ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. അടുത്തത്, കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ വ്യത്യസ്ത രാത്രികളിൽ ചന്ദ്രനെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയുടെ ശരിയായ ക്രമത്തെ സൂചിപ്പിക്കുന്ന വിഭാഗം ഏത്? ചോദ്യം ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയുള്ള ഘട്ടങ്ങളാണ് നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. ഇതുപോലൊരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതിവിടെ നൽകിയിട്ടുണ്ട്, അതെല്ലാവരും നോക്കുക. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയുള്ള ഘട്ടങ്ങളാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളതും അത് ക്രമപ്പെടുത്തേണ്ടതും. അപ്പോൾ ശരി ഉത്തരം 1, 3, 2, 4. അടുത്ത ചോദ്യം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഭൂമിയുടെയും വ്യത്യസ്ത സ്ഥാനക്രമങ്ങളിലുള്ള 2 ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചിത്രങ്ങൾ നോക്കി ഇവയിൽ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഏതൊക്കെയാണെന്ന് നിശ്ചിത കള്ളികളിൽ എഴുതും. ചിത്രം 1ഉം 2ഉം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും വലുത് സൂര്യനും ചെറുത് ചന്ദ്രനുമാണ്. ഇടയിൽ വലുപ്പം വരുന്നത് ഭൂമിയുമാണ് നമുക്കറിയാം. അപ്പോൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനം നോക്കിയിട്ട് നമുക്ക് ഓരോന്നും എന്താണെന്ന് എഴുതാൻ കഴിയും. അതിൽ സി എന്താണെന്ന് നോക്കാം. ചിത്രം 1, 2 ഇവ നിരീക്ഷിച്ച് ഇവയിൽ അമാവാസി, പൗർണമി എന്നിവ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ചിത്രീകരണം പൂർത്തിയാക്കൂ. ചിത്രം നമുക്ക് നോക്കിയാൽ അറിയാം. മുകളിലുള്ള ചിത്രം താഴോട്ടെടുത്ത് മാറ്റി വരയ്ക്കുകയാണ് വേണ്ടത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് പൗർണമി ഉണ്ടാവുക. അതുപോലെ തന്നെ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് അമാവാസി ഉണ്ടാവുക. ആ ഒരു രീതിയിൽ ചിത്രം താഴോട്ട് വരയ്ക്കണം. അടുത്ത ചോദ്യം, 2023 മാർച്ച് 7 വെളുത്ത വാവാണ് എങ്കിൽ അടുത്ത വെളുത്ത വാവ് എന്നായിരിക്കും? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെളുത്ത വാവ്, ഒരു വെളുത്ത വാവ് കഴിഞ്ഞ് അടുത്ത വെളുത്ത വാവ് വരെ 28 ദിവസമായിരിക്കും ഉണ്ടാവുക. ഒരു വെളുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ 14 ദിവസവുമായിരിക്കും എന്ന് നമ്മളൊരു ഏകദേശം കണക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർച്ചിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കണം. മാർച്ചിൽ 31 ദിവസമാണ് ഉണ്ടാവുക. മാർച്ച് 7 വെളുത്ത വാവാണ്. അപ്പോൾ അടുത്ത വെളുത്ത വാവ് കണ്ടുപിടിക്കണമെങ്കിൽ മാർച്ച് 7ലേക്ക് നമ്മൾ 28 ദിവസങ്ങൾ കൂട്ടണം. അപ്പോൾ 28ാമത്തെ ദിവസമായിരിക്കും അടുത്ത വെളുത്ത വാവ്. അത് ഏത് ദിവസമായിരിക്കും? മാർച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഏപ്രിലായിരിക്കും അല്ലേ? അടുത്ത ചോദ്യം, കറുത്ത വാവിന് അനുയോജ്യമായ പ്രസ്താവന ഏത്? എ. ചന്ദ്രനെ കാണുന്നില്ല. ബി. ചന്ദ്രനെ കാണുന്നു. സി. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ. ഇതിലേതാണ് ഉത്തരം? അമാവാസി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നില്ല. എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചന്ദ്രന് ഒരു പ്രാവശ്യം സ്വയം കറങ്ങാനും ഭൂമിയെ ചുറ്റാനും വേണ്ട സമയം. ഉത്തരം എ. അടുത്ത ചോദ്യം, രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്ത്? എ. ഭ്രമണം. ബി. ഗ്രഹണം. സി. പരിക്രമണം. ഡി. ഉപഗ്രഹങ്ങൾ. ഉത്തരം എ. ഭ്രമണം. അടുത്ത 2 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ.
സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതാണ് ഡാഷ്. സി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത്?